ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ആശംസകൾ. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ളതായ വേദഭാഗങ്ങളാണ്. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, ലോകമെമ്പാടും പെസഹ ആചരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പെസഹയുടെ ആശംസകൾ നേരുന്നു. പെസഹ എന്നത് പാസ് ഓവർ എന്ന ഇംഗ്ലീഷ് വാക്കാണല്ലോ. അതിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ മിസ്രൈമിൻ്റെ പീഡനത്തിൽ നിന്നും ഏതാണ്ട് 430 വർഷം അടിമകളായിരുന്ന ജനം വിടുവിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് പുതുനിയമത്തിലെ പെസഹയിലേക്ക് നമ്മൾ വരുന്നത്. തുടർച്ചയായ ബാധകളുടെ അവസാനം കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കുമ്പോൾ കട്ടളപ്പടിയിൽ മുദ്രയിട്ടിട്ടുള്ളതായ ഭവനങ്ങളെ ഒഴിഞ്ഞു പോകുകയും അവർ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നതായ അനുഭവം, ഇത് ഒരു ഓർമ്മ നാളായിരിക്കണമെന്ന് പറയുകയും തലമുറകളായ യഹൂദന്മാർ അത് ആചരിക്കുകയും ആ കടന്നുപോയ അനുഭവത്തെ ഓർക്കുകയും ചെയ്യുന്നതാണ് പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാൾ ഒരു പുതിയ അനുഭവമാണ്. കാരണം ഇന്ന് ഒത്തിരി ബന്ധനങ്ങളിൽ ആളുകളായിട്ടുണ്ട്. കാപട്യങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പെരുമാറ്റ ദോഷങ്ങൾ, ജീവിതത്തിലെ ബന്ധങ്ങളിലെ വൈകല്യങ്ങൾ, അതുപോലെ തന്നെ ചില ദുഷിച്ച സ്വഭാവങ്ങൾ, ഇങ്ങനെ ദൈവജനം മനുഷ്യരും പല വിധത്തിലുള്ളതായ അടിമത്തങ്ങളിൽ ആയിപ്പോയിട്ടുണ്ട്, അകപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അടിമപ്പെടുത്തുന്നതായ ബന്ധനങ്ങളിൽ നിന്ന് ഒരു വിമോചനവും പുതിയ അനുഭവവും ആയിത്തീരണമെന്ന് ഈ പെസഹ നാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുതിയ ബന്ധത്തിൻ്റെ പെരുന്നാളാണ് പെസഹ. പുറപ്പാട് പുസ്തകം 19:5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു പുതിയ ഉടമ്പടി ബന്ധത്തിലേക്ക് നാം ആയിത്തീരുമെന്നാണ്. ദൈവവുമായിട്ടുള്ള പുതിയ ഉടമ്പടി ബന്ധം, എ ന്യൂ റിലേഷൻഷിപ്പ് ഈസ് ഓപ്പൺഡ് വിച്ച് ഈസ് ഡിപ്പെൻഡഡ് നോട്ട് ഓൺ ലോ ബട്ട് ഓൺ ലവ്. ന്യായപ്രമാണ പ്രകാരമുള്ള നിയമങ്ങൾ വെച്ചുള്ള ബന്ധമല്ല, അതിനപ്പുറത്ത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ബന്ധം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെസഹയുടെ ദിവസം തലേന്ന് ദൃഷ്ടാന്തമായി കർത്താവ് കാൽ കഴുകുന്ന ശുശ്രൂഷയൊക്കെ നിർവഹിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഒരു കൂദാശയെന്ന് പെസഹയെക്കുറിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചുമൊക്കെ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം അടങ്ങിയിരിക്കുന്നത് ഈ ചെറിയ അപ്പത്തിലാണ്. ഇത് സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂദാശയാണ്. പ്രിയരെ, കർത്താവ് പെസഹ ആചരിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, സാധാരണ പെസഹ ആചരിക്കുമ്പോൾ 4 കപ്പുകൾ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ആ ഗൃഹനായകൻ ഇരിക്കുകയും തൻ്റെ മുമ്പിൽ 4 കപ്പുകൾ നിരത്തി വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് ഓരോരോ സമയങ്ങൾ അതെടുത്ത് അനുഭവിച്ചുകൊണ്ടാണ്, സ്തോത്രം ചെയ്ത് അനുഭവിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഓരോന്നിനും പ്രത്യേകം അർത്ഥങ്ങളുണ്ട്. വിരുന്നിൻ്റെ ആദ്യ കപ്പ് കുടുംബനാഥൻ വാഴ്ത്തി, അതിന് കദേശ് എന്നാണ് പറയുന്നത്, പുളിപ്പില്ലാത്ത അപ്പം നുറുക്കണമെന്നാണ്. രണ്ടാമത്തെ കപ്പ് അത് കൊസ് ഷെയ്ന എന്ന് പറയും, അത് വീഞ്ഞ് കഴിക്കുന്നു. മൂന്നാമത്തെ കപ്പ് വീഞ്ഞ് വാഴ്ത്തി കൊടുക്കുകയാണ്, കപ്പ് ഓഫ് റിഡംഷനാണ്, വീണ്ടെടുപ്പിൻ്റെ കപ്പാണ്. കർത്താവ് ഈ വീണ്ടെടുപ്പിൻ്റെ കപ്പാണ്, മൂന്നാമത്തെ കപ്പാണ് അനുഭവിക്കുന്നത്. 4-ാമത്തെ കപ്പ് എന്ന് പറയുന്നത് കപ്പ് ഓഫ് കൺസ്യൂമേഷനാണ്, അത് പൂർത്തീകരണത്തിൻ്റെ കപ്പാണ്. ഇനിയും കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ എന്നോടും നിങ്ങളോടുമൊപ്പം കർത്താവ് വീണ്ടും അനുഭവിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് എന്നോട് പറയുന്നു. പിന്നെ സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോകുന്നു. പ്രിയമുള്ളവരെ, ഈ പെസഹ പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലാണ്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് അനുഭവിക്കണമെന്നും ഇത് ചെയ്യണമെന്നും കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് ആലോചിക്കുകയാണ്, എങ്ങനെയാണ് എൻ്റെ ജനം എന്നെ ഓർമ്മിക്കുന്നത്. ഇന്ന് തങ്ങളെ ഓർക്കുവാൻ വേണ്ടി എൻഡോമെൻറ്റുകൾ ഏർപ്പെടുത്തുന്ന ആളുകളുണ്ട്, മോണുമെൻറ്റ്സ് പണിയുന്ന ആളുകളുണ്ട്, സ്മാരകങ്ങൾ. അതുപോലെ തന്നെ വിവിധ മുഖാന്തരങ്ങളിലൂടെ തങ്ങൾ മരിച്ചതിന് ശേഷവും ആളുകൾ ഓർത്തിരിക്കണമെന്ന് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവ് അതിന് കണ്ടെത്തുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ആഹാരമായി തീരുക എന്നുള്ളതാണ് കർത്താവ് അതിന് കണ്ടെത്തുന്ന കാര്യം. കാരണം നാം എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നവരാണ്, അല്ലേ? ആഹാരം കഴിക്കുമ്പോൾ കർത്താവിനെ ഓർക്കും.
അതുകൊണ്ടാണ് കർത്താവ് ഒരു അപ്പമായി തരികയാണ്. അപ്പമായി ഇത് ഭക്ഷിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്നെ ഓർക്കുന്നു. അതുകൊണ്ട് ഈ അപ്പം കഴിക്കുമ്പോൾ നാം കർത്താവിനെ ഓർക്കുകയും കർത്താവിൽ ജീവിക്കുകയും കർത്താവ് നമ്മിലാകുകയും നാം കർത്താവിലാകുകയും ചെയ്യുന്ന അനുഭവമാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് ഉള്ളിൽ ജീവനുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനോടൊപ്പം ഞാനാകുന്നു. അപ്പോൾ മറ്റേത് പ്രകാരമുള്ള ഓർമ്മയെക്കാളും ശക്തമായ ഒരു ഓർമ്മ ആഹാരമാണ്. കാരണം ആഹാരം നമ്മൾ ഇന്നലെ കഴിച്ചത് നമ്മൾ ഓർത്തിരിക്കും. ആഹാരം ഏറ്റവും വലിയ മെമ്മറിയാണ്. അതുകൊണ്ടാണ് കർത്താവ് ആഹാരം ഒരു അപ്പം തന്നെ ആയിത്തീരാൻ, സ്വയം അപ്പമായി തീരുവാൻ അപ്പം തൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയും ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം ഇതിനകത്തുണ്ട്. എന്താണ് ഓർക്കുന്നത്? ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഓർക്കണം. എവരി കുർബാന ഈസ് എ റിമംബറൻസ് ഓഫ് ഡെത്ത് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ കുർബാനയും നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നതാണ്. അതുകൊണ്ടാണ് സാൽവിഫിക് ഈവൻ്റ് എന്ന് പറയും, രക്ഷണീയ സംഭവം. കർത്താവിൻ്റെ രക്ഷണീയ സംഭവങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് നമ്മൾ കുർബാനയിൽ പറയാറുണ്ട്. കർത്താവിൻ്റെ ജനനം, മരണം, മാമോദീസ, കർത്താവിൻ്റെ 40 ദിവസം നോമ്പ്, പീഡാനുഭവം, കർത്താവിൻ്റെ ക്രൂശീകരണം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഈ രണ്ടാമത്തെ ഭയങ്കരമായ വരവ്, ന്യായവിധി, ഇതെല്ലാം ചേരുന്നതാണ് കർത്താവിൻ്റെ രക്ഷയുടെ കാരണം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാപദ്ധതി നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ കാരണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവൻ്റ് അല്ല, ഇതെല്ലാവരും കൂടി ചേർന്നതാണ് നമ്മുടെ സഭയിൽ കർത്താവ് രക്ഷാപദ്ധതി ഒരുക്കിയതായി, സാൽവിഫിക് ഈവൻ്റ് എന്ന് പറയും, രക്ഷണീയ പദ്ധതി ഒരുക്കിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യേക സമയത്ത് നമ്മൾ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഓർക്കുന്നു. കഴിഞ്ഞില്ല, മരണത്തെ മാത്രമല്ല, കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതോടെ ഓർക്കുന്ന സമയമാണിത്. റിസറക്ഷൻ, ഇറ്റ്സ് എ റിമംബറൻസ് ഓഫ് റിസറക്ഷൻ. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഓർമ്മയാണ്. 3, കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു. അപ്പോൾ എന്താണ് ഓർക്കുന്നത്? കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ കബറടക്കം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. ഇങ്ങനെ നിരവധി കാരണങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധ കുർബാന. ഇതിൻ്റെ സ്ഥാപനമാണ് പെസഹായുടെ ദിവസവുമായി കണക്ട് ചെയ്ത് നാം ധ്യാനിക്കുന്നത്. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന തിരുമേശ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ, അത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് എന്നവണ്ണം ആ വലിയ കൃപയോടെ അത് ഉൾക്കൊള്ളുവാനും, കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്നും ഞാൻ കർത്താവിലൂടെ ജീവിക്കുന്നു എന്നുള്ളതായ ഓർമ്മയോടെ അത് കൈക്കൊള്ളുവാനും, കർത്താവ് വീണ്ടും വരുമെന്നുള്ളതായ ഓർമ്മയോടെ അത് അനുഭവിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്രകാരം ഇത് കേവലം ഒരു ആചരണമായി പോകുന്നൊരു കാലഘട്ടത്തിൽ ആചരണങ്ങളെക്കാൾ അപ്പുറമായി ഒരു പുതിയ ബന്ധത്തിൻ്റെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പുതിയ ബന്ധത്തിൻ്റെ പെരുന്നാളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെസഹാ തിരുനാളിൻ്റെ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.